ഹലോ മൈ ഡിയേഴ്സ്, ടാരോട്ട് യൂണിവേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മളെ വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ട് പോയാൽ നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മളൊരു സ്ട്രെസ്ഫുള്ളായ അവസ്ഥയിലേക്ക് തള്ളിയിട്ടിട്ട് പോയ വ്യക്തികളെ അവർ പോയ വഴി നമ്മൾ അതേ രീതി തളർന്നു പോയി എന്നല്ല, അല്ലാതെ നമ്മൾ എന്തായി മാറി അല്ലെങ്കിൽ നമ്മൾ എന്താണ് എന്ന് അവരെ നമ്മൾ കാണിച്ചു കൊടുക്കണം അല്ലേ? അങ്ങനെയുള്ളൊരു റീഡിങ്ങാണ് ഇന്ന് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഹാപ്പിയായും ഹെൽത്തിയായും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാമല്ലോ? എന്താണ് ഒരാൾ നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരാൾ നമ്മളെ ഇട്ടിട്ട് പോയി കഴിയുമ്പോൾ നമ്മളുടെ ശക്തികൾ കൊണ്ട് ഉയർന്നെഴുന്നേൽക്കുക അല്ലെങ്കിൽ നമ്മളുടെ പവർ കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ആരായിരുന്നു നമ്മൾ എന്നവരെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അതിന് സഹായിക്കുന്ന ഒരു റീഡിങ്ങാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ഏതാണെന്ന് നോക്കാം. നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 3 of Swords ആണ്. ഇത് ഈ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, നിങ്ങൾ ശരിക്കും വല്ലാതെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളതെന്ന്. കാരണം അത്രയ്ക്ക് ഹാർട്ട് ബ്രേക്കിംഗ് ആയ ഒരു സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരാളാണ് നിങ്ങളെ വേദനിപ്പിച്ചത്. ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കുക മാത്രമല്ല, നിങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ കാർഡ് തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. അത്രയ്ക്കും ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടൊരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 of Cups ആണ്. നിങ്ങൾക്കിപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ സാഹചര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണം. അതായത് നിങ്ങൾ ഈ ഫേസ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ക്ലിയർ കട്ടായിട്ട് എന്താണ് ഞാനിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്തിൽ കൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്, ഞാൻ എന്താണ് അനുഭവിക്കുന്നത്, അങ്ങനെയുള്ള ആ ഒരു സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ക്ലിയർ പിക്ചർ നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. അതങ്ങനെ ഉണ്ടായേ മതിയാവും. അപ്പോൾ നിങ്ങൾ ആ ഫേസ് ചെയ്യുന്നൊരു സാഹചര്യത്തെക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു ചിന്ത എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, അതുപോലെ എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് വെക്കാതെ നമുക്ക് ഒരിക്കലും മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ സ്റ്റെപ്പിൽ തന്നെ കിടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അങ്ങനത്തെക്കുറിച്ചുള്ള കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവാണ് നിങ്ങൾക്കിപ്പോൾ വേണ്ടത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഹെറോഫൻ്റ് ആണ്. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ നിങ്ങളിലേക്ക് സ്വയം ചുരുങ്ങി പോവുകയാണോ എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയും ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണല്ലോ. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകും. കാരണം ഒന്നിനും എൻഗേജ് ആകാൻ പറ്റില്ല, ആരോടും സംസാരിക്കാൻ തോന്നില്ല. അപ്പോൾ നമ്മളൊരു ഇൻട്രോവേർട്ട് പോലെ നമ്മൾ സ്വയം നമ്മളിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ഇത് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കൊണ്ട് നമ്മളില്ലാതെയായി പോകുന്നൊരവസ്ഥ. അപ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ടെൻഷൻ അല്ലെങ്കിൽ ഈ സ്ട്രെസ്സ് ഇതൊക്കെ നമ്മളെ ഇങ്ങനെ കൂടി വന്ന് നമ്മൾ സ്വയം ഇല്ലാതാകുമായിരിക്കും. അങ്ങനെയുള്ള തോന്നലുകളൊക്കെ ആയിരിക്കും അപ്പോൾ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നോർമലി നിങ്ങൾക്ക് എന്താണ് പറയുന്നത്, നിങ്ങൾക്കറിയാം നിങ്ങൾ കംഫർട്ടബിൾ അല്ല എന്നുള്ളത്
ശരിക്കും നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ഈ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എഗ്രി ചെയ്യേണ്ടി വരുമോ എന്നുപോലും നിങ്ങൾ സംശയിക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഇത് കാണിക്കുന്നത് നിങ്ങളൊരു സ്റ്റബേണായ വ്യക്തിയാണ്. അതുപോലെ തന്നെ പേഴ്സിസ്റ്റൻറ്റുമാണ്. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാനും നിങ്ങൾ തയ്യാറാണ്. അതിന് വേണ്ടുന്ന റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. ആ ശരിയായ സമയം വരുന്നതുവരെ കാത്തിരിക്കുവാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുവാനും എത്ര നാൾ വേണ്ടി കാത്തിരിക്കുവാനും നിങ്ങൾ തയ്യാറാണ്. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് മൊമെൻ്റ് എപ്പോൾ വരുന്നോ അതുവരേക്കും വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്നാണ് നമ്മളെ ഈ കാർഡ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിലേക്ക് ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ചലഞ്ച് വരുന്നുണ്ട്. ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ചലഞ്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഈ തടസ്സം എന്ന് പറയുന്നത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ തടസ്സത്തിൽ നിന്നും ശരിക്കും ലഭിക്കും. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കുകയും അവർ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ലൈഫ് നിരന്തരം വെല്ലുവിളികൾ നിറഞ്ഞതായും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നോക്കി കാണുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നും. കാരണം വെല്ലുവിളികൾ നിറഞ്ഞതാണല്ലോ. അപ്പോൾ എല്ലാം നമ്മൾ ആ ഒരു രീതിയിലേ കാണുള്ളൂ. ശരിയായ രീതിയിൽ നോക്കി കാണുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. വളരെയധികം ക്ഷമയും അതുപോലെ തന്നെ വളരെയധികം ശാന്തതയും വേണ്ട സമയമാണിത്. അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ ലൈഫ് വീണ്ടും സാധാരണ നിലയിലേക്ക് മാറും. ഇവിടെ ഈ കാർഡുകൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഏഞ്ചൽ നമുക്ക് തരുന്നൊരു സന്ദേശം എന്താണെന്ന് അറിയാമോ? നിങ്ങളിപ്പോൾ വളരെ ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനാണ്. നിങ്ങൾക്കിപ്പം നിങ്ങളെക്കുറിച്ച് യാതൊരു വാല്യൂമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുമില്ലാതായി പോകുന്നൊരവസ്ഥയിലേക്കുള്ള ഫീലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് മാറി നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ചലഞ്ചുകൾ നിങ്ങളുടെ ഗ്രോത്തിന് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നതായിരിക്കും.